എഫ് UK ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UK-യിൽ ഇന്ന് നടന്ന സംഭവവികാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വിദേശ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന തൊഴിലുടമകൾക്കെതിരെ ബ്രിട്ടൻ ഉപരോധം ശക്തമാക്കി. വിസ നിയമങ്ങൾ ആവർത്തിച്ച് ലംഘിക്കുകയോ മിനിമം വേതനം നൽകാത്തതുപോലെയുള്ള ഗുരുതരമായ തൊഴിൽ ലംഘനങ്ങൾ നടത്തുകയോ ചെയ്യുന്ന ബിസിനസ്സുകൾക്ക് നിലവിലെ 12 മാസത്തിൽ നിന്ന് 2 വർഷത്തേക്ക് വിദേശ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിൽ നിന്ന് വിലക്കേർപ്പെടുത്തുമെന്ന് സർക്കാർ വ്യാഴാഴ്ച അറിയിച്ചു. തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് മൈഗ്രേഷൻ പൗരത്വ വകുപ്പ് മന്ത്രി സീമ മൽഹോത്ര പറഞ്ഞു. ലജ്ജാകരമെന്ന് പറയട്ടെ, ഞങ്ങളുടെ ആരോഗ്യ സാമൂഹ്യ പരിപാലന സേവനത്തെ പിന്തുണയ്ക്കുന്നതിനായി UK-യിലേക്ക് വരുന്ന തൊഴിലാളികൾ പലപ്പോഴും ന്യായീകരിക്കാനാവാത്ത അരക്ഷിതാവസ്ഥയിലും കടബാധ്യതയിലും മുങ്ങിത്താഴുന്നത് ഞങ്ങളുടെ കെയർ മേഖലയിൽ പ്രത്യേകിച്ച് കാണുന്നുണ്ട്. ഇത് അവസാനിക്കുക തന്നെ വേണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സോഷ്യൽ കെയർ ജോലികൾക്കായി ബ്രിട്ടൻ ഒരു പുതിയ വിസ റൂട്ട് തുറന്നു. എന്നാൽ കുറഞ്ഞ വേതനവും മോശം തൊഴിൽ സാഹചര്യങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി ഘടകങ്ങൾ ഈ മേഖലയിലെ കുടിയേറ്റ തൊഴിലാളികളെ ചൂഷണത്തിന് കൂടുതൽ ഇരയാക്കുന്നുവെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. ഇന്ത്യ, നൈജീരിയ, സിംബാബ്വെ, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരാണ് ഇംഗ്ലണ്ടിലെ മൊത്തം പരിചരണ തൊഴിലാളികളിൽ 1/3 പേരും. വിദേശ തൊഴിലാളികളെ നിയമിക്കാൻ അനുവദിച്ച 200ഓളം ബ്രിട്ടീഷ് സോഷ്യൽ കെയർ പ്രൊവൈഡർമാർക്ക് തൊഴിൽ ലംഘനങ്ങളുടെ റെക്കോർഡുണ്ടെന്ന് ഈ മാസം പുതിയ ഗവേഷണം കാണിക്കുന്നു. 2022 ജൂലൈ മുതൽ കെയർ മേഖലയിൽ വിദേശ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാൻ തൊഴിലുടമകളെ അനുവദിക്കുന്ന ഏകദേശം 450 ലൈസൻസുകൾ അസാധുവാക്കിയിട്ടുണ്ട്. 2023 ബ്രിട്ടനിലേക്കുള്ള നെറ്റ് മൈഗ്രേഷൻ യഥാർത്ഥ കണക്കുകളേക്കാൾ വളരെ ഉയർന്ന് 9 ലക്ഷമായി ഉയർന്നെന്ന്. എന്നിരുന്നാലും അതിനെ തുടർന്നുണ്ടായ കർശനമായ വിസ നിയമങ്ങൾ എത്തിച്ചേരുന്നവരുടെ എണ്ണം കുറയ്ക്കാൻ കാരണമായെന്നും വ്യാഴാഴ്ചത്തെ ഔദ്യോഗിക കണക്കുകൾ കാണിക്കുന്നു. UK-യിലുള്ള 68 ദശലക്ഷം വോട്ടർമാർ ധാരാളം ആളുകൾ എത്തുന്നത് ഭവനക്ഷാമം വഷളാക്കുകയും പൊതുസേവനങ്ങളിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുമെന്ന് ആശങ്ക പ്രകടിപ്പിച്ചു. എന്നാൽ വിദേശ തൊഴിലാളികളില്ലാതെ പ്രവർത്തിക്കാൻ കഴിയില്ലെന്ന് ആരോഗ്യ സംരക്ഷണം പോലെയുള്ള മേഖലയിലെ തൊഴിലുടമകൾ പറയുന്നു. ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നുള്ള ഡാറ്റ വ്യാഴാഴ്ച 2023 ജൂൺ വരെയുള്ള 12 മാസത്തേക്ക് 9,06,000 നെറ്റ് മൈഗ്രേഷൻ കാണിച്ചു. 7,40,000 എന്ന മുൻ എസ്റ്റിമേഷനിൽ നിന്ന് പുതുക്കിയാണ് പുതുതായിട്ടുള്ള ഡേറ്റ പുറത്തിറക്കിയത്. 2021 മുതലുള്ള അഭൂതപൂർവമായ ലെവലുകൾ എന്നാണ് ONS വിശേഷിപ്പിക്കുന്നത്. 2023 ജൂലൈ മുതൽ 2024 ജൂൺ വരെയുള്ള വർഷത്തിൽ റെക്കോർഡ് ഉയരത്തിൽ നിന്ന് 7,28,000 നെറ്റ് മൈഗ്രേഷൻ കുറഞ്ഞു. നിയമങ്ങൾ മാറ്റിയതിനു ശേഷം പഠന വിസയിലുള്ളവരോടൊപ്പം വരുന്ന ആശ്രിതരുടെ എണ്ണം കുറയുന്നതാണ് ഇതിന് കാരണമായതെന്ന് ONS പറഞ്ഞു. PKK എന്നറിയപ്പെടുന്ന നിരോധിത കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടിയെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി ലണ്ടനിൽ തീവ്രവാദ വിരുദ്ധ പോലീസ് 7 പേരെ അറസ്റ്റ് ചെയ്തു. 23, 27, 56, 62 വയസ്സുള്ള 4 പുരുഷന്മാരെയും 31, 51 വയസ്സുള്ള 2 സ്ത്രീകളെയും ബുധനാഴ്ച തലസ്ഥാനത്ത് പുലർച്ചെ നടത്തിയ റെയ്ഡുകളിൽ അറസ്റ്റിലായതായി മെട്രോപൊളിറ്റൻ പോലീസ് പറഞ്ഞു. ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം വടക്കൻ ലണ്ടനിലെ ഹാരിങ്ങിൽ ക്രമക്കേടുകൾ പൊട്ടിപ്പുറപ്പെട്ടു. പ്രദേശത്ത് കൂടുതൽ റെയ്ഡുകൾ തടയാൻ ധാരാളം ആളുകൾ തടിച്ചുകൂടി. ഹരിങ്ങയിലെ കുർദിഷ് കമ്മ്യൂണിറ്റി സെന്റർ ഉൾപ്പെടെ 8 വിലാസങ്ങളിൽ തിരച്ചിൽ നടക്കുന്നുണ്ട്. PKK എന്ന തീവ്രവാദ ഗ്രൂപ്പുമായി ബന്ധമുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് സംശയിക്കുന്നവരെയാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്നും പോലീസ് അറിയിച്ചു. കുർദിഷ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകൾ തടങ്കിൽ വെച്ചിരിക്കുന്നവരെ ഉടൻ മോചിപ്പിക്കാൻ ആവശ്യപ്പെടുകയും അറസ്റ്റുകൾ UK അവകാശപ്പെടുന്ന ജനാധിപത്യം, നീതി, മനുഷ്യാവകാശം എന്നിവയുടെ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും പറഞ്ഞു. കുട്ടികൾ ഓൺലൈനിൽ മുതിർന്നവരായി നടിക്കുന്ന പ്രശ്നം പരിഹരിക്കുന്നതിന് കാര്യമായ അധിക നടപടികൾ സ്വീകരിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് കനത്ത ശിക്ഷ നൽകുമെന്ന് ഓഫ്കോം മുന്നറിയിപ്പ് നൽകി. UK മീഡിയ റെഗുലേറ്റർ നടത്തിയ ഒരു പുതുതായി പുറത്തിറക്കിയ ഒരു സർവേ സൂചിപ്പിക്കുന്നത് 8 മുതൽ 17 വയസ്സ് വരെ പ്രായമുള്ളവരിൽ 22% പേരും സോഷ്യൽ മീഡിയ ആപ്പുകളിൽ 18 വയസ്സോ അതിൽ കൂടുതലോ ആണെന്ന് കള്ളം പറയുന്നവരാണ്. ഓൺലൈനിൽ സമയം ചിലവഴിക്കുന്ന കുട്ടികളുടെ പ്രായമറിയാൻ പ്ലാറ്റ്ഫോമുകൾ വളരെയധികം ചെയ്യേണ്ടതുണ്ടെന്ന് ഓഫ്കോമിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ഡയറക്ടർ ഇയാൻ മാക്രോ BBC-യോട് പറഞ്ഞു. കമ്പനികൾ OS അനുസരിക്കുന്നില്ലെങ്കിൽ ഓഫ്കോം നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കമ്പനികൾക്ക് അവരുടെ ആഗോള വരുമാനത്തിന്റെ 10% വരെ പിഴ ചുമത്താൻ നിയമനിർമ്മാണം അനുവദിക്കുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 16 വയസ്സിന് താഴെയുള്ളവർക്കായി സോഷ്യൽ മീഡിയ നിരോധിക്കാൻ ഓസ്ട്രേലിയൻ സർക്കാരും പദ്ധതിയിടുകയാണ്. മാരക രോഗമുള്ള മുതിർന്നവർക്ക് അസിസ്റ്റഡ് ഡൈയിങ് നിയമവിധേയമാക്കാനുള്ള നീക്കങ്ങളെ മുൻ പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂൺ പിന്തുണച്ചു. ദുർബലരായ ആളുകൾക്ക് അവരുടെ സ്വന്തം മരണം വേഗത്തിലാക്കാൻ സമ്മർദ്ദം ചെലുത്താൻ കഴിയും എന്നതായിരുന്നു മുമ്പ് അദ്ദേഹത്തിന്റെ പ്രധാന ആശങ്ക. എന്നാൽ ഇത് തടയുന്നതിന് ആവശ്യമായ സുരക്ഷകൾ നിലവിലെ നിർദ്ദേശത്തിൽ അടങ്ങിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. UK-യുടെ മുൻകാല പ്രധാനമന്ത്രിമാരായിരുന്ന ഗോർഡൻ ബ്രൗൺ, തെരേസ മെയ്, ബോറിസ് ജോൺസൺ, ലിസ് ട്രസ് എന്നിവരെല്ലാം ഈ ആഴ്ച ബില്ലിനെ തള്ളിക്കളയാൻ MP-മാരെ പ്രേരിപ്പിച്ചതിന് ശേഷം ബില്ലിനെ പിന്തുണയ്ക്കുന്ന ആദ്യത്തെ മുൻ പ്രധാനമന്ത്രിയാണ് കാമറൂൺ. 2 ഡോക്ടർമാരും ഒരു ഹൈക്കോടതി ജഡ്ജിയും യോഗ്യരാണെന്ന് പരിശോധിച്ച് സ്വമേധയാ തീരുമാനമെടുത്താൽ 6 മാസത്തിനുള്ളിൽ മരിക്കാൻ സാധ്യതയുള്ള മാരക രോഗികൾക്ക് ജീവിതം അവസാനിപ്പിക്കാൻ സഹായം തേടാൻ ഈ ബില്ലിലൂടെ സാധിക്കും. രാത്രികളിൽ സ്ത്രീകൾ അറിയാതെ അവരുടെ വീഡിയോ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. മാഞ്ചസ്റ്റർ നൈറ്റ് ലൈഫ്, ലിവർപൂൾ നൈറ്റ് ലൈഫ് എന്നീ പേരുകളിൽ ടിക്ടോക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം എന്നീ പ്ലാറ്റ്ഫോമുകളിലാണ് ദിവസവും വളരെയധികം വീഡിയോകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. മാഞ്ചസ്റ്റർ സിറ്റി സെന്ററിൽ സ്ത്രീകളെ പിന്തുടരുകയും ചിത്രീകരിക്കുകയും
ഉപദ്രവിക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ വന്നതിനെ തുടർന്ന് ബ്രെഡ്ഫോർഡിൽ നിന്നുള്ള 27-കാരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഏപ്രിലിൽ നിരവധി സ്ത്രീകൾ അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഇയാൾ ചിത്രീകരിച്ച വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. ഓൺലൈനിൽ തിരിച്ചറിഞ്ഞ സ്ത്രീകളെ ഇയാൾ ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു. ഗ്രേറ്റർ മാഞ്ചസ്റ്റർ പോലീസ് പറയുന്നതനുസരിച്ച് അവർക്ക് നിരവധി റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ടെന്നും അന്വേഷണം നടത്തുന്നതിനിടയിൽ സ്ത്രീകളുടെ സമ്മതമില്ലാതെ ഇയാൾ എടുത്ത നഗ്ന വീഡിയോകളും ഉയർന്ന സ്ക്രിപ്റ്റിംഗ് ഫുട്ടേജുകളും പേവാൾഡ് അക്കൗണ്ടുകൾക്ക് കീഴിൽ ലോക്ക് ചെയ്തിരിക്കുന്നതായി കണ്ടെത്തിയതായും പോലീസ് പറഞ്ഞു. മദ്യപിച്ച് നടക്കുന്ന സ്ത്രീകളുടെയോ തെരുവുകളിൽ ഒറ്റയ്ക്കിരിക്കുന്ന സ്ത്രീകളുടെയോ വീഡിയോകളാണ് ഇയാൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഷെയർ ചെയ്തിരുന്നത്. മാഞ്ചസ്റ്ററിലെ വീഡിയോകൾ പ്രാഥമികമായി ചിത്രീകരിച്ചത് പീറ്റർ സ്ട്രീറ്റ്, ഡീൻസ് ഗേറ്റ് പ്രദേശങ്ങളെ ചുറ്റിപ്പറ്റിയാണ്. അതേസമയം വീഡിയോകൾ ലിവർപൂൾ, ലണ്ടൻ തുടങ്ങിയ നഗരങ്ങളിലും ചിത്രീകരിച്ചിട്ടുണ്ട്. രാത്രികളിൽ വൾണറബിൾ പൊസിഷനുകളിൽ ചിത്രീകരിച്ച സ്ത്രീകളുടെ വീഡിയോകളുമായി ബന്ധപ്പെട്ട രാജ്യത്തെ ആദ്യത്തെ അറസ്റ്റാണെന്ന് കരുതുന്നതായി പോലീസ് പറഞ്ഞു. സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ അവകാശമുണ്ടെന്നും എന്നാൽ ഇതുപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിപ്പിക്കുന്ന വീഡിയോകൾ മൂലം പല സ്ത്രീകളും പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടുന്നതായും പോലീസ് പറഞ്ഞു. 60ഓളം ഗ്രേറ്റർ മാഞ്ചസ്റ്റർ പോലീസ് ഓഫീസർമാർ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും രാത്രികളിൽ ചാരിറ്റികൾക്കും സന്നദ്ധ പ്രവർത്തകർക്കുമൊപ്പം ഹോട്ട്സ്പോട്ടുകളിൽ പെട്രോളിംഗ് നടത്തി. ക്രിസ്മസ്, പുതുവത്സര തിരക്കേറിയ കാലഘട്ടങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി സെന്ററിന്റെ രാത്രി ജീവിതം സുരക്ഷിതമാണെന്ന് പൊതുജനങ്ങൾക്ക് ഉറപ്പു നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നതായി പോലീസ് പറഞ്ഞു. ചോദ്യം ചെയ്യലിനായി ഇയാൾ കസ്റ്റഡിയിൽ തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു. ബാധിക്കപ്പെട്ട ആരെയും മുന്നോട്ട് വരാൻ പ്രോത്സാഹിപ്പിക്കുന്നത് തുടരുകയാണെന്നും അവർ പറഞ്ഞു. അടുത്ത വർഷം അയർലൻഡിൽ 6500 ആരോഗ്യ പ്രവർത്തകരെ നിയമിക്കുമെന്ന് ആരോഗ്യമന്ത്രി. ഇതിനുള്ള ഫണ്ട് HSEക്ക് നൽകിയെന്നും മന്ത്രി സ്റ്റീഫൻ ഡോണലി പറഞ്ഞു. അതിനുശേഷം തുടർന്ന വർഷങ്ങളിൽ വീണ്ടും 25,000-ഓളം പേരെ കൂടി റിക്രൂട്ട് ചെയ്യേണ്ടി വരുമെന്നും മന്ത്രി വ്യക്തമാക്കി. കൂടുതൽ നഴ്സുമാരും ഡോക്ടർമാരും ഉണ്ടാകണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെന്ന് FM റേഡിയോയുമായുള്ള അഭിമുഖത്തിൽ ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. അയർലൻഡിൽ നിന്നുള്ളവർക്ക് പരിശീലനം നൽകി നിയമിക്കണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെങ്കിലും HSE കൂടുതലും വിദേശ തൊഴിലാളികളെയാണ് ആശ്രയിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. 2023 അയർലൻഡിൽ 29,573 ഫിസിഷ്യന്മാരുണ്ടായിരുന്നു. ഇവരിൽ 43.4% പേരും വിദേശികളായിരുന്നു. 4 വർഷം റെക്കോർഡ് റിക്രൂട്ട്മെന്റ് ആയിരുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. സ്വന്തം കുഞ്ഞിനെ 3 വർഷം ഡ്രോയറിനുള്ളിൽ ഒളിപ്പിച്ച UK വനിതയ്ക്ക് 7 വർഷം തടവ്. നിലവിലുള്ള പങ്കാളി പോലും അറിയാതെ അവിഹിത ബന്ധത്തിലുണ്ടായ സ്വന്തം കുഞ്ഞിനെ 3 വർഷത്തോളം ഒളിപ്പിച്ച ചെഷയറിലെ സ്ത്രീക്കാണ് കോടതി തടവ് ശിക്ഷ വിധിച്ചത്. 2020 മാർച്ചിൽ വീട്ടിനുള്ളിലെ ബാത്ത് ടബിലാണ് പെൺകുട്ടി ജനിച്ചതെങ്കിലും രഹസ്യമായി സൂക്ഷിക്കുകയായിരുന്നു. 2023 ഫെബ്രുവരിയിൽ സ്ത്രീയുടെ പങ്കാളി യാദൃശ്ചികമായി കുട്ടിയെ കണ്ടെത്തിയതാണ് വഴിത്തിരിവായത്. പോഷകാഹാരക്കുറവ് മൂലം നടക്കാനോ സംസാരിക്കാനോ കഴിയാതെ മൃതപ്രായമായ രീതിയിലായിരുന്നു പെൺകുട്ടി. കുട്ടിയുടെ ജനനം രജിസ്റ്റർ ചെയ്തിരുന്നില്ലെന്ന് കേസെടുത്ത ചെഷയർ പോലീസ് പറഞ്ഞു. പെൺകുട്ടിയുടെ പിതാവുമായി തനിക്ക് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നതായി സ്ത്രീ പിന്നീട് വെളിപ്പെടുത്തി. ഇനി മുതൽ കൊച്ചി വിമാനത്താവളം വഴി വളർത്തുമൃഗങ്ങളെ കൊണ്ടുപോകാനും കൊണ്ടുവരാനും സാധിക്കും. ഇക്കഴിഞ്ഞ ഒക്ടോബർ 10-നാണ് വിമാനത്താവള കാർഗോ വിഭാഗത്തിൽ വിദേശത്തേക്ക് മൃഗങ്ങളെ അയക്കുന്നതിനും കൊണ്ടുവരുന്നതിനും അനുമതി നൽകുന്ന ആനിമൽ ക്വാറന്റൈൻ ആൻഡ് സർട്ടിഫിക്കേഷൻ സേവനം ആരംഭിച്ചത്. നേരത്തെ മൃഗങ്ങളെ ഇത്തരത്തിൽ കൊണ്ടുവരുന്നതിനും കൊണ്ടുപോകുന്നതിനും ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, ബംഗളൂരു, ഹൈദരാബാദ് എന്നീ വിമാനത്താവളങ്ങളിൽ മാത്രമാണ് അനുമതി ഉണ്ടായിരുന്നത്. ഇറക്കുമതി ചെയ്യുന്നതിന് 7 ദിവസം മുൻപെങ്കിലും ഇതു സംബന്ധിച്ച് അപേക്ഷ നൽകണം. വാക്സിനേഷൻ, മൈക്രോചിപ്പ്, ഹെൽത്ത് സർട്ടിഫിക്കറ്റുകളും എയർ ടിക്കറ്റ്, എയർവേ ബിൽ, പാസ്പോർട്ട് കോപ്പി എന്നിവയും ഇതോടൊപ്പം നൽകണം. കൂടുതൽ UK, യൂറോപ്പ്, USA, ഓസ്ട്രേലിയൻ വാർത്തകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.